വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം നിസ്സാരമാക്കി തള്ളിക്കളയേണ്ടതോ? മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരാളുടെ തീവ്ര പരിശ്രമമായി ഇതിനെ കാണണോ, അതോ RSSന്റെ വർഗീയ വിഷമായി കണക്കാക്കണോ? കാരണം ഇതേ നിലപാട് സ്വീകരിക്കുന്ന മറ്റൊരാളും കേരളത്തിലുണ്ട്, BJP നേതാവ് PC ജോർജ്. ഇരുവരും പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ആശയവും പാർട്ടിയുമാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന പ്രസ്താവനകളെ വായാടിത്തങ്ങളായി സ്വീകരിക്കാൻ കഴിയില്ല. ഇപ്പോഴിതാ വെള്ളാപ്പള്ളിക്കെതിരെ ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് KM ഷാജി MLA. 90 കഴിഞ്ഞ് എന്ന് സ്വയം പ്രഖ്യാപിച്ച വെള്ളാപ്പള്ളിയുടെ അത്തും പിത്തുമല്ല ആ വർത്തമാനം. 100 കടന്ന RSSന്റെ നാവാട്ടമാണ് കേൾക്കുന്നതെന്ന സത്യം തിരിച്ചറിയണം. പറയുന്നത് വെള്ളാപ്പള്ളിയാണെന്ന തരത്തിൽ നമ്മൾ അതിനെ നിസ്സാരമാക്കിയാൽ നാളെ പുതിയ വെള്ളാപ്പള്ളിമാർ തെരുവിലിറങ്ങും. രാജ്യത്തിന്റെ മതേതരത്വം നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. നിരാശയും നിസ്സഹായതയും കൊണ്ട് വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്ന ഒരു സമുദായത്തെ രാജ്യം പിന്നെയും പിന്നെയും ചേർത്തു പിടിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണു നനയിച്ചു. കുറഞ്ഞ അക്കങ്ങൾക്ക് മാത്രം പിറകിലേക്ക് പോയ മതേതര ശക്തി ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നുണ്ടെന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്തിയ ദിവസമായിരുന്നു. അധികാരത്തിന്റെ തിണ്ണമെടുക്കും പണക്കൊഴുപ്പും കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ വിറ്റു തുലയ്ക്കുന്ന ഫാസിസ്റ്റുകളെ ഇരുസഭകളിലും മറികടക്കാൻ ഇനി ഏറെ ദൂരമില്ലെന്ന് ബോധ്യപ്പെട്ട ദിവസം. ഫാസിസ്റ്റുകളുടെ ഭീഷണികൾക്ക് വഴിപ്പെടാൻ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഇന്ത്യയെ കിട്ടില്ലെന്ന് ബോധ്യപ്പെട്ട ദിവസം. ഞാനും നിങ്ങളുമല്ല നമ്മൾ എന്ന വാക്കാണ് ഉചിതമെന്ന് പറഞ്ഞുറപ്പിച്ച ദിവസം. ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തി. മലപ്പുറത്തെ പ്രത്യേകമായി കാണേണ്ടതില്ലെന്നും കേരളത്തിന്റെ ഭാഗമാണ് മലപ്പുറമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വിരുദ്ധത രൂപപ്പെടുത്താനുള്ള ശ്രമമാണിത്. കഴിഞ്ഞ ദിവസം RSS മുഖപത്രമായ ഓർഗനൈസർ പറയുന്നു, സർക്കാർ കഴിഞ്ഞാൽ കൂടുതൽ സ്വത്തുവകകൾ ഉള്ളത് ക്രിസ്ത്യാനികൾക്കാണെന്ന്. അതായത് വഖഫ് കഴിഞ്ഞു, ഇനി ലക്ഷ്യം ക്രൈസ്തവർ. RSSന്റെയും BJPയുടെയും ആദ്യ ശത്രുവായി മുസ്ലിം മാറുകയും ഇപ്പോൾ അത് ക്രൈസ്തവരിലേക്ക് പടരുകയും ചെയ്തു. ഇനി കുറച്ചുനാൾ കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റിനോടായിരിക്കും ഇവർ നേർക്കുനേർ നിൽക്കുന്നത്. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള MPമാർ രേഖപ്പെടുത്തിയ ആശങ്കകൾക്ക് എന്ത് അടിസ്ഥാനമാണ് ഉള്ളതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിക്കുന്നു. അതേസമയം ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതികരണം തേടിയ മാധ്യമപ്രവർത്തകരോട് കേന്ദ്രമന്ത്രി കയർക്കുകയും ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഉണ്ടാവരുതെന്നും ആജ്ഞാപിക്കുന്നു. എന്നാൽ ഇതേ സുരേഷ് ഗോപിയാണ് ലൂർദ് മാതാവിന് സ്വർണ്ണകിരീടം നൽകുന്നതും ഓടി നടന്ന് വൈദികരെ സന്ദർശിക്കുന്നതും. സഭയിൽ കയറി സിനിമാ സ്റ്റൈലിൽ പ്രതികരിക്കുന്നവർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു? നമ്മുടെ രാജ്യത്ത് ഏതൊരു പൗരനുമുള്ള അവകാശമാണ് മാധ്യമ പ്രവർത്തകർക്കുമുള്ളത്. ചോദ്യത്തിൽ നിന്ന് പിന്മാറുന്നതും അതിനു പുറകെ ഓർഗനൈസറിന്റെ ലേഖനത്തിലെ പരാമർശവും മലയാളി വൈദികരെ ആക്രമിച്ചതിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ കാലതാമസം അനുഭവപ്പെട്ടതിൽ നിന്നും നമുക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാം: BJPയുടെ പുതിയ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം വിദ്വേഷ പരാമർശത്തിൽ വിശദീകരണവുമായി വെള്ളാപ്പള്ളിയും എത്തിയിട്ടുണ്ട്. മലപ്പുറം മുസ്ലിങ്ങളുടെ രാജ്യമല്ല, പരാമർശങ്ങൾ തെറ്റായ രീതിയിൽ വളച്ചൊടിക്കുകയായിരുന്നു. തന്റെ സമുദായത്തിന്റെ പിന്നോക്ക അവസ്ഥയെപ്പറ്റിയാണ് താൻ പറയുന്നതെന്നും മനഃപൂർവ്വം മുസ്ലിം വിരോധിയാക്കിയെന്നുമാണ് നടേശൻ പ്രതികരിച്ചിരിക്കുന്നത്.